ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഋതപ്പനെ മാത്രം വായിക്കാൻ വേണ്ടിയിട്ട്. നിനക്ക് പിന്നെ ഫുള്ള് ഇംഗ്ലീഷും മലയാളവും സർവ്വതും നിനക്കറിയാം. നീ പിന്നെ എല്ലാം തികഞ്ഞിരിക്കണല്ലോ. നീ ഈ കൊച്ചു കുട്ടീനെ കൊണ്ടുവന്നിട്ട് നീ ഈ ഇതിൽ കൊണ്ടുവന്ന് നീ എന്ത് അപമാനമാണ് അപമാനിക്കുന്നത്? നീ ചിന്തിച്ചിട്ടുണ്ട്? നീ ഒരു തള്ള തന്നെ. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ പറയുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് കണ്ടപ്പം നമുക്കൊരു സ്വാഭാവികമായിട്ട് നമ്മളെ പരിസരത്തൊക്കെ കണ്ടാൽ, നമ്മൾ നേരിട്ട് കണ്ടാലൊക്കെ ഉള്ള അനുഭവങ്ങൾ, അങ്ങനെ ഒരാൾ പ്രതികരിക്കുന്ന രീതി പോലെയാണ് ഞാൻ പ്രതികരിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. ഓക്കെ, എന്നാൽ പിന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിന് മുന്നേ ഋതപ്പനൊന്ന് വായിച്ചു. ഋതപ്പന് വേണ്ടിയിട്ടാണ് ഋതപ്പനൊന്ന് വായിച്ചത്. കാരണം ഋതപ്പന്റെ ബർത്ത്ഡേ ആണ്. ഋതപ്പന് കാണാൻ വേണ്ടിയിട്ടാണ് ഋതപ്പന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മൾ വായിക്കേണ്ട കാര്യമില്ല. ഋതപ്പൻ വായിച്ചു. എന്താ വായിച്ചത്? 7 വയസ്സായതേ ഉള്ളൂ കുട്ടിക്ക്. ഇതൊന്നും വായിക്കാനും മലയാളം പോലും നേരെ വായിക്കാൻ അറിയില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിലാണ് നിന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടത്. നീ ഒരു തള്ള തന്നെ. ആ കുട്ടിക്ക് 7 വയസ്സേ ഉള്ളൂ. നീ തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാ അതിന് ആ മാനസിക സമ്മർദ്ദം നീ കൊടുക്കുന്നത്? അപ്പോൾ ആ കുട്ടിക്ക്, ഈ കുട്ടി നാളെ ഒരു സമയത്ത് ആ കുട്ടി ഇതിലാകുമ്പോൾ നല്ല രീതിക്ക് പഠിച്ചാൽ ഉയർന്നു. നിന്നെക്കാളും നല്ല വിദ്യാഭ്യാസവും നല്ല അറിവും ബുദ്ധിയും ബോധമുള്ള കുട്ടിയാക്കി തരട്ടെ. നിൻ്റെ അത്ര വിവരമില്ലാത്ത ആക്കാതിരിക്കട്ടെ. നീയും കൂടെ നിൻ്റെ ഈ കോപ്രായങ്ങൾ കാണിച്ചിട്ട് അതിനെ കളയരുത്. നീ നിൻ്റെ കുട്ടിയാണെന്ന് നീ ആദ്യം ഓർമ്മിക്കണം. നീ ആരാ? നീ കുറേ ഏവിയേഷനും പഠിച്ച്, നീ ഇംഗ്ലീഷും പഠിച്ച്, നിനക്ക് അതറിയാം ഇതറിയാം. എല്ലാവരും അങ്ങനെ തന്നെ. ഒരാൾ ഇടുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഇടുന്ന, അല്ലെങ്കിൽ ഒരു വയസ്സായ കുട്ടിക്ക് ഒരു ചേട്ടനൊരു ബർത്ത്ഡേ ഇടുന്നു. മോനെ നിനക്ക് വേണ്ടി, നിന്നെ കാണാൻ വരാൻ പറ്റുന്നില്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരെണ്ണം ഇടുന്നു എന്ന് പറഞ്ഞാൽ അത് അമ്മയാണ് അതിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റുക. അല്ലെങ്കിൽ നീ നല്ലൊരു അമ്മയായിരുന്നു. ആ മോനെ നിൻ്റെ ചേട്ടൻ അയച്ചതാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നീ മനസ്സിലാക്കിക്കോട്ടെ. നിൻ്റെ ചേട്ടന് നിന്നോട് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നീ നിൻ്റെ കുതന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്. അവരെ തമ്മിൽ അകറ്റാനും അവനിക്ക് നേരെയുള്ള അമ്പുകൾ ഇട്ട് കൊടുക്കുകയാണ് നീ ചെയ്യുന്നത്. ഇതൊക്കെ വെറുതെയാണ് രേണുസുതി. നിങ്ങളെ ഈ സ്വഭാവം, നിങ്ങളെ ഈ കുശുമ്പ്, അസൂയ, കുശുമ്പ്, കുഞ്ഞായ്മയെന്ന് പറയില്ല, അത് എന്ന് മാറ്റുന്നു അന്ന് മാത്രമേ നിങ്ങൾക്ക് നല്ല ഒരിത് വരൂ. ഏത് മനുഷ്യനും നമ്മളെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, നഞ്ചിരിക്കുന്നിട പിഞ്ചു പോകുന്നു. കാരണം എവിടെയാണോ വിഷം വെച്ചിട്ട് ആൾക്കാർ ജീവിക്കുന്നത് അവിടെ അങ്ങനെ നശിച്ചു പോവുകയുള്ളൂ. ഒരു നല്ല വിശാലമാക്കിയിട്ട് നിൻ്റെ ഹൃദയം. മക്കൾ വളരട്ടെ, അവർ സഹോദരങ്ങളായിട്ട് നല്ല രീതിയിൽ വളരട്ടെ അവർ തമ്മിൽ. നിൻ്റെ ചേച്ചിയായിട്ട് നല്ല ഇതാവുന്നില്ല. നിൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്. ഇവരെ എല്ലാവരും ഒത്തല്ലേ നീ ജീവിക്കുന്നത്. നിനക്ക് മാത്രം മതിയാ സന്തോഷം, വേറെ ആർക്കും വേണ്ടേ? ആ കുട്ടിക്ക് ആരുണ്ട്? നീ അത് ചിന്തിക്കാത്ത എന്താ? നീ എന്തിനെ വീണ്ടും ഇങ്ങനെ അതിന് വേണ്ടി മറ്റുള്ളവർ അതിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നീ ഇട്ടു. പക്ഷെ അതെല്ലാം നിനക്ക് ബുദ്ധിമുട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. നീ അറിയുന്നതേ ഇല്ല. മനസ്സിലായ? നീ ഭയങ്കര ഇതിൽ അവനെ നീ ആക്ഷേപിക്കാൻ നോക്കി, അല്ലെങ്കിൽ അങ്ങനെ അയച്ചു, അവനെ വന്ന് കണ്ടില്ല. നീ എങ്ങനെ വന്ന് കാണും? എങ്ങനെ നിൻ്റെ അടുത്ത് വരും? നിൻ്റെ അടുത്ത് വന്നാൽ നീ പറയുന്ന അവനെ തട്ടിക്കൊണ്ട് പോകാൻ വരുന്നു. നിൻ്റെ ഒരു കുശുമ്പുണ്ട്. കാരണം അവനെ കൊണ്ടുവന്ന് അന്ന് അവനെ കൊണ്ടുപോയി, അല്ലെങ്കിൽ വീഡിയോയൊക്കെ എടുക്കുമ്പോൾ അവനിക്ക് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ അവനിക്കൊരു സന്തോഷം വരും. അപ്പോൾ അത് അവൻ്റെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യും, അവനെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുമ്പോൾ അവനിക്ക് നല്ല വ്യൂസ് കാര്യങ്ങൾ, അവനെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് നിനക്ക് പറ്റില്ല. കാരണം ഇവനെ കൊണ്ടുപോകും, ഇവനിക്ക് ഇവൻ്റെ ചാനൽ വളരുന്നു, അവനിക്ക് സബ്സ്ക്രൈബർ കൂടുന്നു, അവനിക്ക് പൈസ കിട്ടുന്നു. അങ്ങനെ വളരണ്ട. എൻ്റെ മോനെ കൊണ്ടുപോയിട്ട് പാവ അങ്ങനെ ഉണ്ടാക്കണ്ട. ഇതൊക്കെയാണ് നിൻ്റെ ഐഡിയ. നീ എത്ര എന്തെന്ന് വെച്ചാലും അവനിക്ക് ദൈവം വിധിച്ചിട്ടുള്ള എന്തെന്ന് വെച്ചാൽ അത് അവനിക്ക് കിട്ടും. നിന്നെപ്പോലത്തെ ഈ ഫോട്ടോ എടുത്ത് വെച്ച് പ്രഹസനമൊന്നും അവൻ കാണിക്കുന്നില്ല. അവൻ്റെ സ്വന്തം അച്ഛനാണ്. അവ ഇതുപോലെ അച്ഛൻ്റെ ഫോട്ടോയും വെച്ച് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനങ്ങളൊന്നും പറയുന്നില്ല. അവൻ ജീവിക്കാനുള്ള കാര്യങ്ങൾ ഇറങ്ങി നടക്കുന്നുണ്ട്. മനസ്സിലായേ? നിന്നെപ്പോലെ ഓരോ കാട്ടിക്കൂട്ടൽ, അയ്യോ എൻ്റെ ചോദിച്ചോട്ടെ, എൻ്റെ അത്, എൻ്റെ ഇത്, മറ്റത് മറിച്ചത്. എന്ത് സാഹചര്യമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നിൻ്റെ വീട്ടിൽ നീ ഈ കൊടുക്കുന്ന ഈ മീഡിയേഷനിലൂടെ കൊടുക്കുന്ന അവനെ പറ്റിയുള്ള ഓരോരോ ഫേക്കായിട്ടുള്ള കാര്യങ്ങളല്ലേ നീ കൊടുക്കുന്ന മൊത്തം. നീ ഏത് രീതിയിൽ അവനെ ഇത് ചെയ്തിട്ടുണ്ട്? നീ ഇപ്പോൾ ലാസ്റ്റ് തന്നെ നിനക്ക് തന്നെ അറിയാം നീ ചെയ്യുന്ന മൊത്തവും ഇതാണെന്നുള്ളത്. മനസ്സിലായി? നിൻ്റെ ഭാഗത്ത് ഒരു ശരിയില്ലെന്ന് എല്ലാവർക്കും, ഈ കാണുന്ന ഈ സമൂഹത്തിന് എല്ലാം അറിയാം. നീ എന്ത് ഇതാണെന്ന് നിനക്ക്, നീ അതാണ് ഇതാണ് നീ എന്നെ പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരൊറ്റ മനുഷ്യർ വരരുത്, എല്ലാത്തിൻ്റെ മുട്ടുകാലി തല്ലി പിടിക്കുന്നത്. വേറെ ആരും വരുന്നില്ല. നീ കുട്ടീനെ കേട്ടത് വേറെ, നിൻ്റെ ആ വീട്ടിൽ വേറെ ആര് വരുന്നത്? ആൾക്കാർ എന്തൊരു പൊട്ടന്മാരാണ് നിൻ്റെ വീട്ടിൽ വന്ന് ആധിപത്യം സ്ഥാപിച്ച് അവിടെ കയറി കിടക്കാൻ.
ഈ ആൾക്കാർ സംസാരിക്കുന്ന മൊത്തം കിച്ചുവിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ പറഞ്ഞ യൂട്യൂബറോ നാട്ടുകാർക്കൊന്നും നിൻ്റെ വീട്ടിൽ വന്ന് കിടക്കേണ്ട ഒരാവശ്യമില്ല. അപ്പം നീ എന്താ പറയുക, അഭാവം അവിടെ വന്ന കാലത്തിൽ നീ മറ്റുള്ളവരെ പറയുന്നതാണ് അവനിലൂടെ ഇതാവുന്ന, അവനാണ് പറയുന്നതെന്ന്. അല്ലേ പിന്നെ സ്വയം മനസ്സിലാക്കിയാൽ പോരെ. നിങ്ങളെ വീട്ടിൽ നാട്ടുകാർക്ക് എന്തോ കാര്യം, അത് തന്നത് അച്ഛൻ ആ കൊച്ചുങ്ങളെ രണ്ടുപേരെയും പേരിൽ എഴുതി തന്നു. അപ്പം നീ അവനെ അവിടെ അടുപ്പിക്കുന്നില്ല. നീ 2 വർഷം ആ കൊച്ച് എങ്ങനെ ജീവിച്ച്, അതെന്താ നീ ചിന്തിക്കാത്ത? ഇപ്പം നിനക്ക് ക്യാൻസർ ആയപ്പോഴാണല്ലോ നീ നിൻ്റെ വീട്ടിലുള്ളത്. നീ ആ കുട്ടി അവൻ വന്ന് കൊണ്ടുപോകുമ്പോഴും എടുക്കുമ്പോഴും അതിന് വല്ലതും മേടിച്ചു കൊടുക്കണം. നീ അവിടെ നീ ഇപ്പോഴല്ലേ ക്യാൻസർ എന്നുള്ള ഒരു പബ്ലിസിറ്റി ഇപ്പം കിട്ടിയിട്ട് നീ ഇപ്പം വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയത്. പിന്നെ എങ്ങനെ ആ കൊച്ച് അവിടെ വരും? അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നീ വേറെ വീഡിയോ ഇറക്കി, എൻ്റെ കൊച്ച് അങ്ങനെയാണ്, എൻ്റെ കൊച്ചിന് വേറെ ആർക്കും അവകാശമില്ല, എൻ്റെ കുട്ടീനെ ആരാ തട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്ന ആര്? ഇതൊക്കെയാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കൊച്ചെങ്ങനെ വരും? നീ അവനെ തോൽപ്പിക്കാൻ നോക്ക്. നീ ഒരു ഇതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യക്കാരനൊക്കെ അവൻ നല്ല രീതിക്ക് അവൻ്റെ അച്ഛൻ്റെ വില കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒരു കലാകാരൻ എന്നുള്ള കലാകാരനായിരുന്നു അവൻ്റെ അച്ഛൻ. അത് അവൻ നല്ല രീതിക്ക് അന്തസ്സായിട്ട് അവൻ നിലനിർത്തിക്കൊണ്ട്. പക്ഷെ നീ അത് ചെയ്യുന്നില്ല. നിനക്ക് 2ാം ഭർത്താവല്ലായിരുന്നു, നിനക്ക് അത്രയ്ക്കുള്ളതല്ലേ ഉള്ളൂ. നിൻ്റെ ഏതായാലും നീ ഒഴുകി നീ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്. നീ ഒഴുകിയാണ് ഇങ്ങനെ വന്നത്. പിന്നെ സുധിച്ചേട്ടനും മകനും കൂടി എൻ്റെ ഇതിലോട്ട് ഇങ്ങനെ ഒഴുകി വന്നു. ആണില്ലല്ലേ കിടന്നിങ്ങനെ അഭ്യാസങ്ങൾ കാണിക്കാൻ. ഇല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളത്തരമായിരിക്കും. പ്രണയം മനസ്സിലുണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. അത് മുടങ്ങും മീൻസ് മനസ്സുകൊണ്ട് തന്നെ മുടക്കും, പിന്നെയും ചിന്തിക്കും. പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണ്. ആരോടും പിന്നീട് പ്രണയം തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ആരോടും ഇഷ്ടം തോന്നിയിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിനക്ക് പ്രണയം തോന്നും, നിൻ്റെ മനസ്സിൽ അങ്ങനെ നിൻ്റെ ഭർത്താവ് മരിച്ച് അല്ലെങ്കിൽ ശ്രുതി മരിച്ചെന്നുള്ള രീതിയിലുള്ള ഒരിയാതെ ഫീലിങ്സും നിനക്കില്ല. നീ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഇരുന്ന ആൾക്കാർ പിന്നെ ഇപ്പം കുറേ ഇത് തരും. ഇപ്പം നീ എന്നെ വീഡിയോസിൽ പറഞ്ഞു എന്തിനുണ്ടായിരുന്നു അയാൾ മരിച്ചപ്പോൾ ഒരു ചോര വരണ്ട ഒരു ഷർട്ടും ഒരു ചെരുപ്പും പിന്നെ ഒരു പൊട്ടിയ ഫോണും കീറിയ പാൻറ്റും ഒക്കെ ഇത് എന്തിനുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. ഇവിടെ നീ നമുക്കൊന്നും തന്നിട്ടല്ല പോയത്. അപ്പം നീ അവൻ്റെ ശവം വിറ്റ് തിന്നില്ലേ, ഇത്ര നാൾ തിന്നില്ല, അതിൻ്റെ നന്ദിയെങ്കിലും നീ പറയണ്ടേ? അപ്പം നീ അവൻ്റെ അടുത്ത് ഫോട്ടോയും വെച്ചിട്ട് സ്തുതിച്ചേട്ട് എന്നിട്ട് നീ അവിടെ ഇരുന്നിട്ടാണ് പ്രേമം ഉണ്ടാവും. അത് മനുഷ്യനല്ലേ, അതിനിപ്പോൾ എന്താ നീ പറയണം? പിന്നെ എന്തിനീ പ്രഹസനം കാണിക്കുന്നത്? അവനിക്ക് കിട്ടിയ പിന്നെന്താണ് ട്രോഫികളോ അതും ഇതും എല്ലാം വാരി ചാക്കി കെട്ടി നീ കട്ടിൻ്റെ അടിയിൽ കെട്ടി. എന്ത് അത് നിനക്ക് അവനെ ഒരു വിലയില്ലായിരുന്നു. ഈ സംസാരത്തിൽ തന്നെ നമുക്ക് നാട്ടുകാർക്ക് മനസ്സിലാവും. നിനക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിട്ട് നീ ഉപയോഗിച്ചു. ജീവിച്ചിരുന്ന സമയത്ത് നിൻ്റെ കുടുംബക്കാരെ മൊത്തം നോക്കി അവനിക്ക് എവിടെ ചിലവ് കഴിയാൻ? നീ അവനെല്ലാം അറിഞ്ഞിട്ടല്ല. നീ എന്തിനാണ് അതിൽ വല്ല പരിപാടിയിൽ വന്നിട്ട് പിന്നാണ് നീ അവനെ കണ്ട് ഇഷ്ടപ്പെട്ട് ജഗദീഷിനോടുള്ള ക്രഷ് കൊണ്ട് അത് അഭിനയിക്കുന്ന നടവും നിനക്ക് ഇങ്ങനെ വന്ന് അവനങ്ങ് ഇഷ്ടപ്പെട്ട് നീ അവനെ വളച്ചെടുത്ത്. നീ ആദ്യം ഒന്ന് കെട്ടിയതല്ലേ, നീ രണ്ടാമത് ഇവനെ കെട്ടിയപ്പം നീ എടുത്തു നീ അതിലെ പറഞ്ഞിട്ട് ആർക്കും വേണ്ടായിരുന്നു, 2ാം ഭാര്യയ്ക്കും വേണ്ടായിരുന്നു, ആദ്യ ഭാര്യയ്ക്കും വേണ്ട. അങ്ങനെ ഒന്നും കളഞ്ഞു കിട്ടിയ സാധനത്തിനാണ് നീ എടുത്ത് ഇവിടെ കൊണ്ട് നല്ലപോലെ ജീവിച്ച്. നിനക്ക് 2ാമത്തെ ഭാര്യയ്ക്ക് അവൾ കള്ളു കുടിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു, അത് ഒഴിവാക്കിയിട്ട് അവൾ വിട്ട്. അപ്പോൾ ഇതുപോലെ നിൻ്റെ ഇതേപോലെ അവൻ്റെ പേരും പറഞ്ഞ് അവൻ കലാകാരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് അവൾ ജീവിച്ചില്ലല്ലോ. നീ അവനെ വിറ്റ് തിന്നാൻ നോക്കി, ഇപ്പോഴും വിറ്റ് തിന്നുന്നു. ഏതല്ല ഇപ്പം നീ കിച്ചുവിനെ നെഗറ്റീവ് പറഞ്ഞ് ജീവിക്കുന്നു. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നീ അതിൻ്റെ താഴെ ഋതപ്പനുണ്ട്. ഇപ്പോൾ ഈ ഋതപ്പൻ നിനക്ക് തടസ്സമായിട്ടാണ് ഇരിക്കുന്നത് എല്ലാത്തിനും. പിന്നെ നീ എന്താ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒന്ന് ആക്കാൻ പറ്റും. ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ മീൻ കണ്ടിക്കുന്നു, ലക്ഷക്കണക്കിന് പിന്നെ അതിൽ മില്യൺ കണക്കിന് ലൈക്ക് ഇത്. അപ്പം ഞാനും കൂടെ അങ്ങ് അപ്പം നീ അത് അതിനനുസരിച്ചിട്ട് ചെയ്യണം. നീ പിന്നെ ബാക്കിയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ സുധീര ഭാര്യയാണെന്ന് പറഞ്ഞ് നീ നടക്കണം. നീയായിട്ട് നടക്കണമെങ്കിൽ ഞാൻ അയാളെ ഒഴിവാക്കി, ഞാൻ വേറെ കല്യാണം കഴിക്കാൻ അന്ത പറഞ്ഞ് അങ്ങോട്ട് അത് ഒഴിവാക്കി പോകണം. നീ വലിയ അമ്മയാണ്, ഞാൻ 2ാം അമ്മയാണ്, അല്ലെ വളർത്തമ്മയാണ്, അതിനെ കൊച്ചുവിന് സർവ്വ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നീ വിചാരിച്ചോ ഇതിൽ ആ ചെക്കങ്ങ് വീഴും. ബാക്കിയുള്ളതൊക്കെ നീ ചെയ്യുന്നതൊക്കെ ശരിയല്ലായിരുന്നു. നിൻ്റെ ഈ കൂടെ ഇതിൻ്റെ ഇതൊക്കെ നിൻ്റെ ചോരയും ഇതുമൊക്കെ ചെന്ന് അതിനുള്ള ഉണ്ടായിരുന്നു നിനക്ക്. ആൾക്കാർ തന്നെ പറയും നിൻ്റെ സബ്സ്ക്രിപ്ഷൻ വന്നിട്ട് ആൾക്കാർ വെറുത്താണ് പോകുന്നത്. ആൾക്കാർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് കയറി മിക്കുള്ള യൂട്യൂബർമാരായിരിക്കും അതിനകത്ത് കയറി. കാരണം നീ കാണിക്കുന്ന കണ്ടിട്ട് അവർക്ക് പിറ്റുന്ന കണ്ടൻറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് പലരും അങ്ങനെ ആക്കിയെടുത്തത്. അല്ല അതിൻ്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല. ക്യാൻസർ വന്നേ പിന്നെ ഒരു മനുഷ്യന്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുമില്ല, ആരുമില്ല. എനിക്കുള്ള ചുറ്റുമുള്ള കുറച്ച് ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ല ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകൾ.
അതിൻ്റെ ആൾക്കാരുമില്ല, ആരുമില്ല. നീ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നല്ലേ നീ ഇറക്കിക്കൊണ്ട് വന്നു നീ ജീവിച്ചത്. ആ അമ്മയെന്ന് പോലെ പിരിച്ചെടുത്ത് കൊണ്ടുവന്ന് നീ ജീവിച്ച അത് അതിലെല്ലാം പറയുന്നുണ്ട്. എന്നിട്ടിപ്പം നീ അവൻ്റെ ഒരു അമ്മയെ കൊള്ളൂല, അമ്മയാണ് അവനെ പഠിപ്പിച്ച് പാഴി കളഞ്ഞത്. നിനക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയത് ഒരു കുട്ടി എങ്ങനെ വഴിതെറ്റുന്നത്. ഞാൻ ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്. വീണ്ടും നീ പറഞ്ഞു 11 വയസ്സ് തൊട്ട് 18 വയസ്സാണ് കുട്ടികൾ വഴിതെറ്റി പോകുന്നത്. എന്താ നീ മനസ്സിലാക്കാത്തത്? നീ ആര്? നീ എവിടെ അതിനെ നിൻ്റെ കൈ കിട്ടിയതിന് ശേഷമാണ് അതിനെ നശിപ്പിച്ചത്. അവൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നീ നോക്കൂല. നിനക്ക് നിൻ്റെ കാര്യം നോക്കി നീ നടക്കുന്നത്. നിൻ്റെ വീട്ടിലല്ലേ അവൻ നിന്നത്. അപ്പം നീ അവനെ ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കാൻ പറ്റും അതെല്ലാം നീ അവനിക്ക് കൊടുത്തോണ്ടിരുന്നത്. മുടി കണ്ടിട്ടാണ് അവൾക്ക് സഹിക്കാൻ പറ്റാത്തത്. കാരണം എൻ്റെ മുടി അവൾക്ക് ജീവനായിരുന്നു പണ്ട്. മുടിയുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട. എൻ്റെ പൊന്നു, വിഗും വെച്ച് അത് എക്സിബിഷനും വെച്ച് അതും വെച്ച് ഇതും വെച്ച് ആ പണ്ടത്തെ ആ ഒരു ഫോട്ടോയിൽ കാണാം. തുപ്പൂല പനിപ്പുട പോലെ തുപ്പൂല മുടി ഇങ്ങനെ ബണ്ണ് വിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് അവളെ മുടി. അവളെ മുടിയെ പറ്റിയുള്ള ഒരു അവളെ എത്രത്തോളം എക്സ്റ്റൻഷൻ വെച്ച് നീട്ടാൻ പറ്റാതെ മൊത്തം നീട്ടി അതും വെച്ച് ഇതും വെച്ചാണ് ബിഗ് ബോസിൽ പോയത്. അപ്പോൾ അവിടെ നിന്ന് ഓരോന്ന് പേനും പൊഴിത്ത്, അല്ലാതെ തന്നെ തുപ്പുലുള്ള മുടിയിൽ തന്നെ പേൻ പൊഴിപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ അത് അവിടെയുള്ള ആൾക്കാരെ കാണുകയും ചെയ്തു. അത് ഭയങ്കര സഹിക്കാൻ വയ്യാത്ത മുടിയും സൗന്ദര്യവും എന്ന് പറഞ്ഞാൽ പിന്നെ ഒഴിവായിരുന്നു. സൗന്ദര്യവും മുടിയും സർവ്വതും സഹിക്കാൻ പറ്റില്ല. ഈ സൗന്ദര്യത്തിലാണ് ശ്രുതി വീണുപോയി. അത്രയ്ക്കും സൗന്ദര്യം വരുന്നു. ഇപ്പോഴാണ് മനുഷ്യക്കോലെങ്കിലും ഉള്ള ഞാൻ നോക്കിയിട്ട്. എനിക്കിപ്പം ജോലിയില്ല. എൻ്റെ ചേച്ചിക്കുണ്ടായിരുന്ന ജോലിയില്ല, അതും പോയി. എൻ്റെ പപ്പ ഓൾറെഡി പുള്ളി വർഷങ്ങളായിട്ട് ജോലിയില്ല. ജോലിക്ക് പോകാൻ പറ്റുന്ന അസുഖമാണ്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റും വന്ന് കിടക്കും. ചേച്ചിക്കൊണ്ടിരുന്ന ജോലിയില്ല, നിനക്ക് ജോലിയില്ല, അച്ഛന് ജോലിയില്ല, അമ്മയ്ക്ക് ജോലിയില്ല, ആർക്കും സമ്മതിക്കുന്നില്ല. ഇത്രയും പേർക്കും ജോലിയില്ലാതെ ഭക്ഷണവും കഴിച്ച് ഒക്കെയാണ് വാടകയും കൊടുത്ത് ഒരു വീടിൻ്റെ വാടകയും കൊടുത്ത് ജീവിച്ചത്. അതിപ്പോൾ പള്ളിയിലച്ഛൻ പറയുന്നുണ്ട് വാടക കൊടുക്കാതെ ഇറക്കി പോയത്. കുഴിമാടത്തി ചെന്ന് ചോദിക്കാൻ നീ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞെന്ന് പിന്നെ വാടക ചോദിക്കാൻ വന്നത്. ഇപ്പം നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു വീട് വെച്ച് എന്നപ്പോഴത്തേക്ക് ഇപ്പം ആ വാടക കൊടുക്കണ്ടല്ലോ ചേച്ചിക്കും അച്ഛനും ആർക്കും. അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ അങ്ങ് വന്ന് കൂടി. വാടക അച്ഛനും അമ്മയ്ക്കും വാടക കൊടുക്കണ്ട, ചേച്ചിക്കും അമ്മയ്ക്കും കൊടുക്കണ്ട. ഇതിപ്പം ആ ചെക്കനും ആ 2 കൊച്ചുങ്ങൾക്ക് വേണ്ടി തന്ന് അതിൻ്റെ കൂടെ ഇത് അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മ ഇതെല്ലാവരും കൂടെ വന്നിട്ട് എന്തോന്നത് ആളുകൾ പറയുന്നതിൽ എന്തോന്ന്. ആ അച്ഛൻ തന്നെ പറയാം നിങ്ങൾക്ക് മാത്രം തന്ന കുടുംബം. അപ്പം മറ്റുള്ളവരൊക്കെ വാടകയ്ക്കല്ലേ താമസിക്കുന്നത്. അന്ന് അവർക്ക് എന്താ? അപ്പം ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ശ്രുതി തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ല. അപ്പം നിന്നെ ഇറക്കി വിട്ട് അവർ ജീവിക്കാൻ നോക്കി. അത് കഴിഞ്ഞിപ്പം നിനക്ക് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ എല്ലാവർക്കും കൂടെ ജോലിക്ക് വയ്ക്കൂടെ? വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇറങ്ങി പോകണം ജോലിക്ക്. എല്ലാവരും അങ്ങനെ തന്നെ. ഒരു വീട്ടിൽ അംഗങ്ങളുണ്ടെങ്കിൽ എൻ്റെ അച്ഛന് പോയി. അച്ഛൻ വന്നായിരുന്നു നിങ്ങളത്തിനൊക്കെ അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾക്കാരൊക്കെ വീഡിയോ എടുക്കാനും ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ അവരൊക്കെ സപ്പോർട്ടായിട്ടൊക്കെ നിൽക്കുകയല്ലായിരുന്നു. അച്ഛന് ഒരു പ്രശ്നമുള്ളതൊക്കെ നമുക്ക് കാണുന്നില്ല. ചേച്ചിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയെ ജോലി നിർത്തി ഇത് ചെയ്ത്. അപ്പോൾ ആദ്യമേ എല്ലാം ഇത് ചെയ്ത് നിന്നെ കൊണ്ട് തിന്നാൻ നിൽക്കുന്നത്. നീ ആർക്ക് കൊടുക്കുന്നല്ലെങ്കിൽ നീ ആരടുത്ത് പറയുന്നല്ലെങ്കിൽ ഇപ്പോൾ ഈ സമൂഹത്തിൽ എത്രയോ ആൾക്കാരുണ്ട് പാവങ്ങൾ. അവരെല്ലാവരും വന്നിട്ട് അയ്യോ നമുക്ക് നിവർത്തിയില്ല, നമുക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, നിങ്ങൾ ഇങ്ങോട്ട് തരി. നിന്നെ ഇതുവരെയും ആൾക്കാർ നല്ല രീതിക്ക് കൊണ്ടുപോയെന്ന് വെച്ചാൽ ആ ശ്രുതിയുടെ ഭാര്യ എന്നുള്ളത്. ശ്രുതിയെ നീ ഒരു പരിഗണനയും കൊടുക്കും. ശ്രുതി മരിച്ച് അവനെ വിട്ട് ഇത്രയും നടത്തുന്നത് അവൻ്റെ മോനെ നീ തള്ളിക്കളഞ്ഞിരിക്കും. പിന്നെ നിന്നെ ഏത് രീതിയിൽ നിന്നെ പരിഗണിക്കും മറ്റുള്ളവർ? നിന്നെ ഈ കൊണ്ടുപോയി യൂട്യൂബർ കൊണ്ടുപോയി പൈസ ഉണ്ടാക്കിയവരൊക്കെ നിനക്ക് പൈസയും തന്നിരിക്കുന്നു. പലയിടത്തും ഉദ്ഘാടനത്തിനും ബാക്കിയുള്ളതിനൊക്കെ കൊണ്ടുപോയവരൊക്കെ നിനക്ക് പൈസ തന്നു. പിന്നെ നിൻ്റെ കൂടെ ആർക്ക് കടപ്പാടൊക്കെ ആർക്കുണ്ടാവും? നീ ഇതൊന്നും ചിന്തിക്കില്ല. നീ നിൻ്റെ രീതിക്ക് ജീവിക്കാൻ നോക്കണം. നീ ഉണ്ടാക്കിയ പൈസയൊക്കെ എന്തിട്ട് നീ എന്നിട്ടും പറയാതെ വീഡിയോയിൽ പറഞ്ഞോണ്ട് ഞാൻ ബിസിനസ് തുടങ്ങാൻ പോകണം, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. നീ നിൻ്റെതൊക്കെ വെച്ച് ബിസിനസ്സും ചെയ്തിട്ട് മറ്റുള്ള അങ്ങനെ കൊണ്ടുതരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ? അത് കൊള്ളാമല്ലേ? ഞാൻ പറഞ്ഞില്ലേ സായി വന്ന് ആദ്യം തന്ന സായിയാണ് വന്ന് എനിക്ക് AC മേടിച്ച് തന്നില്ലേ, പൈസ കൊണ്ട് തന്നു. ആ പൈസ തന്നെയാണ് തന്നത്. 1,00,000 രൂപ തന്നെയാണ് തന്നത്. എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, 1,00,000 പൈസ തന്നെയാണ്. ഈ വരുന്നവരൊക്കെ നിനക്ക് ലക്ഷക്കണക്കിന് പൈസയും കൊണ്ട് തന്ന് അവിടെ ഇരിക്കും. എല്ലാവരും ലക്ഷക്കണക്കിന് വെറുതെ കിട്ടണമല്ലേ നിന്നെ കൊണ്ട് അവൻ കണ്ടന്റ് ഉണ്ടാക്കി. അപ്പോൾ അവൻ്റെ യൂട്യൂബ് വരുമാനം കുറേ കിട്ടിയത് കൊണ്ട് അവൻ നിനക്ക് കൊണ്ടു തന്നു. അല്ലാതെ ഈ ആൾക്കാർ ആര് നിനക്ക് കൊണ്ടുതരാതിരിക്കുന്നു? എല്ലാവരും ഇപ്പം നിനക്ക് കൊണ്ടുതരണം, നിനക്ക് മാത്രം മതി എന്ന് പറഞ്ഞ് നീ ഇരിക്കും. നീ ആർക്ക് കൊടുക്കും? നിൻ്റെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. നിൻ്റെ വീട്ടിലെ ചിലവിനും ബാക്കിയുള്ളതിനുമാണ് നീ നടക്കുന്നത്. അത് നിൻ്റെ ഒരാളുടെ ചിലവിന് വേണ്ടിയിട്ടല്ല. AC വെച്ച് തരാം,
AC വെച്ച് തരാൻ പൈസ. AC വെച്ച് തരാഞ്ഞ ഭാഗ്യം. അല്ലെങ്കിൽ നീ ഒരു മാസം കഴിയുമ്പോൾ പറഞ്ഞാൽ അയ്യോ എൻ്റെ AC വെച്ച് തന്ന് എനിക്ക് കറണ്ട് ചാർജ് കൂടിപ്പോയി, എനിക്ക് കറണ്ട് ചാർജ് കൊണ്ടുവന്ന് അടയുന്നതായിരിക്കും നീ പറയണം. അത് പൈസ തന്നിട്ട് പോയത് എൻ്റെ ഭാഗ്യം. അല്ല AC കാരന് മേടിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടല്ല, അവർ കൊണ്ടുവന്ന് വെച്ച് തന്നിട്ട് പോയി കറണ്ട് ചാർജ് കൂടി ഈ മാസം. അത് വീട് വെച്ചിട്ട് ചോർന്ന് വിളിച്ചപ്പോൾ നീ അങ്ങനെയല്ലേ പറഞ്ഞത്? വീട്ടിൽ മെയിൻ്റനൻസ് പണി അവരവരാണ് നോക്കേണ്ടത്. ഇപ്പോൾ ജീവിത അവസാനം വരെ വീട് വെച്ച് തന്നെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു തരാൻ പറ്റാതെ നീ കുറേ ടെക്നിക്കുകളുമായിട്ട് നടക്കുകയാണ്. എന്നെ വന്ന് കണ്ടില്ല. ലാലേട്ടൻ അങ്ങനെ എന്തെങ്കിലും വിളിക്കോ? അവര് അതിന്റെ ആൾക്കാർ വിളിച്ചായിരുന്നു ബിഗ് ബോസിന്റെ. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് പുതിയത് വരുമല്ലോ, അതിന്റെ തിരക്കായോണ്ടായിരിക്കും പിന്നെ ഒരു കോളോ ഒന്നും. എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു, എൻ്റെ ചേച്ചി സംസാരിച്ചിരുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ, സാമ്പത്തികം, ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞിരുന്നു. പിന്നെ വിളിച്ചിട്ടില്ല, ആരും വിളിച്ചില്ല, ആരും വന്ന്. ഞാനും ബിഗ് ബോസിന്റെ ഭാഗമല്ലായിരുന്നു, പക്ഷെ പിന്നെ ആരും വിളിച്ചുമില്ല. എനിക്കറിയില്ല, അവർ വിളിച്ചുമില്ല, പിന്നെ ഒന്നും തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ പുതിയ ബിഗ് ബോസിന്റെ തിരക്കൊണ്ടായിരിക്കാം. എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക. നീ ആര്? ഏത് VIP അല്ലേ നീ? സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ, സിനിമയിലും എല്ലാത്തിലും ബിഗ് ബോസിലെ വിന്നറായിട്ട് ഇറങ്ങിയ ആൾ. എല്ലാവരും നീ അവിടെ നിന്നതിന് ശേഷമാണ് കുറച്ച് ഫേമസായി. ബിഗ് ബോസ് താരം എന്തെങ്കിലും പറഞ്ഞു, ഞാനൊരു അംഗമല്ലായിരുന്നു, അങ്ങാക്കിയതിന് അവരിപ്പോൾ ഖേദിക്കുന്നു. പിന്നെ അവിടെ കയറ്റിയതിൽ ഇപ്പോൾ അവർക്ക് ദുഃഖം ഉണ്ടാവും. എന്നാൽ അവിടെ കയറിയിട്ട് ബിഗ് ബോസിന് ഒരു ലാഭം ഉണ്ടായിട്ടില്ല, നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. വേറെ യൂട്യൂബർമാർക്ക് കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. അല്ല നിന്നെ കൊണ്ട് അവിടെ എന്തൊരു ലാഭമാണോ? എല്ലാവരും നിന്നെ അങ്ങ് വിളിക്കണോ? എനിക്കൊരു നീ ആരെന്നാണ് നിൻ്റെ വിചാരം? നീ ആരെന്നാണ് നിൻ്റെ വിചാരം? ഈ മോഹൻലാൽ വിളിക്കാനും ബിഗ് ബോസിലും എല്ലാവരും വിളിക്കാനും എല്ലാവരും അതാണ് ഇതാണ്. നീ നിൻ്റെ കാര്യം നോക്കിയാണ് ജീവിക്കേണ്ടിയല്ല. അവർ വിളിക്കും, ഇവർ വിളിക്കും, മറ്റവർ വിളിക്കുമെന്ന് പറയും. ഇറങ്ങി എത്രയോ ആൾക്കാർ ബിഗ് ബോസിൽ, നീയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. നീ മാത്രം ബിഗ് ബോസ് താരം, നീ കാര്യം ബിഗ് ബോസ് വിന്നറായിരുന്ന. ബിഗ് ബോസിന് നിന്നെ കൊണ്ട് നഷ്ടം ഉണ്ടായിട്ടുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. എന്റെ സ്വപ്നമാണ് ഏവിയേഷൻ. അങ്ങനെ ഏവിയേഷന് ചേർന്ന് ഡിപ്ലോമ ഇൻ ഏവിയേഷൻ, അതും തകർത്ത് പഠിച്ചപ്പോഴാണ് എന്റെ സുധിച്ചേട്ടനും കുഞ്ഞും എന്റെ ലൈഫിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നത്. അതോടുകൂടി പഠിത്തവും നിർത്തി സുധിച്ചേട്ടനെ സ്നേഹിക്കാൻ വേണ്ടി. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനി എൻ്റെ വേറൊരു വീഡിയോ ആയി പിന്നെ വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.